Hello friends, welcome to Crystal. Myself Safwan, Director of Crystal EduHub. അപ്പോൾ 7 ദിവസമായിട്ട് UGC നെറ്റ് പേപ്പർ 1ൻ്റെ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ ഫ്രീ പ്രോഗ്രാംസുമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് അല്ലേ. അതിൽ നമുക്ക് 7ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ 7ാമത്തെ ദിവസത്തിൽ നിങ്ങളുടെ ഇങ്ങനെ ഒരു ലൈവ് സെഷനിൽ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾക്കറിയാം, നമ്മുടെ ഡേ 7th നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ട്, ദെൻ റിസോഴ്സസിൻ്റെ കുറച്ച് കിറ്റുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ സെഷന് എനിക്ക് റിപ്ലൈ നൽകണം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ജനറലി 7 ദിവസത്തെ പ്രോഗ്രാം? ഈ 7 ദിവസം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. 1ാമത്തെ ദിവസം എൻ്റെ തന്നെ സെഷനാണ് ഉണ്ടായിരുന്നത്, നിങ്ങൾക്കറിയാം. ആ 1ാമത്തെ സെഷനിൽ നമ്മൾ എന്താണ് UGC നെറ്റ് എക്സാമിനേഷൻ, നമ്മളുടെ തന്നെ റിസൾട്ട് എടുത്ത് കാണിച്ച് തന്നിട്ട് പേപ്പർ 1ൽ നിങ്ങളൊരു 80+ മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് JRF കിട്ടുമെന്നുള്ളതിൻ്റെ പ്രൂഫും, 80+ മാർക്സിന് അടുത്ത് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് JRF നഷ്ടമാവുകയും ഒരു പക്ഷേ നെറ്റിൽ ഒതുങ്ങി പോവുകയും അങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു മാർക്ക് ചിലപ്പോൾ നേടാൻ പറ്റിക്കോളുന്നുണ്ടാവില്ല എന്നും പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റാണ്. അതിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു PGയുടെ സമയത്തെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ലൊരു എഫേർട്ട് എടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഒരു റിക്വസ്റ്റ് കൂടെ നടത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേപ്പർ 2 ഏതാണെന്നുള്ളത് നിർബന്ധമായിട്ടും ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പല സ്ട്രീമിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ 7 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ് നേടിയവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറയുന്ന മെയിൻ സബ്ജക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അത് നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ആ സബ്ജക്റ്റാണ് നിങ്ങളുടെ കരിയർ തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പറയാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ പ്രൗഡായിട്ട് ഞാൻ ഇന്ന സബ്ജക്റ്റിലെ മാസ്റ്റേഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേപ്പർ 2 ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 1ാമത്തെ ദിവസം നമ്മൾ അതിൻ്റെ ഒരു റെലവൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. 2ാമത്തെ ദിവസത്തിലോട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസൈറ്റ്ഫുൾ സെഷൻസ് വിത്ത് PYQs അത് നിങ്ങൾക്ക് ഷിബിൻ സാർ എടുത്തു തന്നു. 3ാമത്തെ ദിവസം നമ്മളൊരു മിനി മോക്ക് ടെസ്റ്റ് നടത്തി. പലർക്കും അതിൽ അത്യാവശ്യം നല്ല മാർക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മോർ ദാൻ 130 സ്റ്റുഡൻസ്, റിപ്പോർട്ട് പ്രകാരം 130+ സ്റ്റുഡൻസ് ആണ് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ 130 ആൾക്കാർക്ക് നമ്മൾ വളരെ വലിയൊരു അപ്രീസിയേഷൻ ആസ് വെൽ ആസ് ഒരു ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. കാരണം നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ പ്രോഗ്രാമിൽ കൃത്യമായി പങ്കെടുത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടൊരു എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ. അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം. പിന്നെ 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം നിങ്ങൾക്ക് മാത്ത് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഫാത്തിമ ടീച്ചറുടെ സെഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മാത്ത് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഒരു പക്ഷേ പേടിയുള്ള സ്റ്റുഡൻസ് പലപ്പോഴും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളത് ഫോക്കസ് ചെയ്തു. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ ഭാഗമായിട്ട് ചില ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതും പറഞ്ഞു തന്നു. ദെൻ 6th ഡേയിൽ ജെറിൻ സാറിൻ്റെ കഴിഞ്ഞൊരു എക്സാം എടുത്തിട്ട് PYQs എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്ന എങ്ങനെയാണ് എക്സാമിനേഷന് PYQs ചോദിക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് 7th ഡേ യു ആർ ഹിയർ വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സെഷൻ കൂടിയാണ്. അപ്പോൾ ഈ സെഷനിലോട്ട് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഐ വിൽ ബി ഹാവിങ് സം കൈൻഡ് ഓഫ് റെഫറൻസ് ഹിയർ ആസ് വെൽ. ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കാണിച്ചു തരികയും ചെയ്യാം. അപ്പോൾ 7ാമത്തെ ദിവസം നിങ്ങളോട് അനൗൺസ് ചെയ്തിട്ടുള്ളത് സ്കോളർഷിപ്പ് ടെസ്റ്റും റിസോഴ്സസ് കിറ്റിനെ കുറിച്ചുമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, വാട്ട് ഈസ് ദി സ്കോളർഷിപ്പ് ടെസ്റ്റ് ആൻഡ് റിസോഴ്സസ് കിറ്റ് എന്നുള്ളത്. ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ട് തന്നെയാണ് ക്രിസ്റ്റൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ക്രിസ്റ്റലുമായി ബന്ധപ്പെട്ടുള്ള ഈ കഴിഞ്ഞ 7 ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ഈ നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 7 വീഡിയോസ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അവർക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ അസ്. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ വി ആർ വെൽക്കമിങ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പേപ്പർ 1ൻ്റെ PYQ സീരീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ് നടത്താനുള്ളത്, ഈ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ കണ്ടു ഇനി അടുത്ത സ്വൈപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. മേക്ക് ഷുവർ ടു യൂട്ടിലൈസ് ദ മാക്സിമം. ആ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ എഴുതിയിട്ട് എന്തുകൊണ്ട് ശരിയാകുന്നില്ല. ഓക്കെ, ശരിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ ഈ 2 പ്ലാറ്റ്ഫോം, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ
നമ്മുടെ കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോ സീരീസ് ആയിട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടിൻ്റെയും യൂട്യൂബിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് യൂട്യൂബിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേസമയത്ത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ക്രിസ്റ്റലിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടിയാണ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്റ്റലിൽ 3 വർഷമായി 3rd ആനിവേഴ്സറിയാണ് ക്രിസ്റ്റലിൻ്റെ നെറ്റ് ആനിവേഴ്സറി. ഓക്കെ, 4 വർഷമായി ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലൈൻ എഡ്ടെക് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ 3ാമത്തെ വർഷമാണ്, 3rd ആനിവേഴ്സറിയാണ് നെറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ നെറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വേളയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഹിസ്റ്ററി പ്ലസ് പേപ്പർ 1, പിന്നെ അതിലോട്ട് ഇവഞ്ച്വലി കൊമേഴ്സും മലയാളം ആഡ് ചെയ്തു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം വി ആർ ഹാവിങ് സംതിങ് ന്യൂ. നമ്മൾ അടുത്തൊരു സൈക്കിളിലോട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആസ്പിറൻസിന് വേണ്ടി ഒരു മെഗാ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണ്. ആ ലോഞ്ചിങ് സെഷനിലാണ് ആക്ച്വലി നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതോടെ ഇവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം പേപ്പർ 1 എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ പേപ്പർ 1 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിലബസിൻ്റെ ഓരോ ഭാഗവും കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കൃത്യമായിട്ട് PYQ അടിസ്ഥാനത്തിലോട്ടുള്ള ഒരു സിലബസ് ക്രമീകരിച്ച്, അതായത് നമുക്ക് ഓൾറെഡി സിലബസ് ഉണ്ട്, അതിലോട്ട് PYQ കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവ് ആകുന്ന രൂപത്തിലോട്ട് ഒരു പേപ്പർ 1 മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പേപ്പർ 1 പ്ലസ് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അങ്ങനെ 11ഓളം സബ്ജക്റ്റുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അപ്കമിങ് സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും പേപ്പർ 2 കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ചെയ്യാത്തൊരു പ്ലീസ് ഡു ഇറ്റ് റൈറ്റ് നൗ. നമ്മളിവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സബ്ജക്റ്റുകൾ കേൾക്കണം. 1 ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷുകാരെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, മാസ് കമ്മ്യൂണിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കൊമേഴ്സ് ആൻഡ് മലയാളം. ഇത്രയും വരുന്ന 11 സബ്ജക്റ്റുകൾ. ഈ 11 സബ്ജക്റ്റുകളിൽ കൊമേഴ്സും മലയാളം ഓൾറെഡി ക്രിസ്റ്റലിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാവരും ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ക്ലാസ്സസിൻ്റെ റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ബാക്കി 9 സബ്ജക്റ്റുകൾ യഥാക്രമം ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, മാസ് കമ്മ്യൂണിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇത്രയും വരുന്ന സബ്ജക്റ്റുകളുടെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭ്യമാക്കി തരും പഠിക്കാൻ വേണ്ടി. എങ്ങനെയാണ് പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു പേപ്പർ 1 ഒരു ഡെഡിക്കേറ്റഡ് ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. പേപ്പർ 1 നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ 2 അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ PDF നോട്ട് 10 യൂണിറ്റിൻ്റെ നോട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ ഓൾറെഡി പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പരിചിതമുണ്ട് അല്ലേ. PG പഠിച്ച സമയത്തൊക്കെ നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ആ എഫേർട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പേപ്പർ 2 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി വൃത്തിക്ക് കോംപ്രഹെൻസീവ്ലി കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PDF നോട്ട് നമ്മൾ നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. അതിൻ്റെ കൂട്ടത്തിൽ പേപ്പർ 1 ലൈവ് ക്ലാസ്സസ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇത് നമ്മൾ കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിലോട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ സംശയം ഉണ്ടാവും, അഫോർഡബിൾ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് വാല്യൂ ഒന്ന് എടുത്ത് നോക്കുക. മാർക്കറ്റിലെ പല കോമ്പറ്റീറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ക്രിസ്റ്റൽ പോലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നവർ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ക്രിസ്റ്റലിൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ മാത്രം കഴിഞ്ഞ 3 വർഷത്തിലായിട്ട് 200+ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, 200+ റിസൾട്ടാണ് നമുക്ക് 3 വർഷത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഓരോ എക്സാം സീസണിൽ നമുക്ക് മാക്സിമം 100 സ്റ്റുഡൻസ് ഒക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിൽ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നാൽ പോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും കോഴ്സിൻ്റെ ഫീ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് ക്രിസ്റ്റലിലോട്ട് വരിക. ക്രിസ്റ്റലിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എത്രമാത്രം എഫക്റ്റീവ് ആകുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പേപ്പർ 1 ലൈവ് കോംപ്രഹെൻസീവ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലസ് നിങ്ങളെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകളിൽപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് മെയിലായിട്ട് ലഭ്യമാക്കും. അങ്ങനെ നിങ്ങൾക്ക് പേപ്പർ 2 പേപ്പർ 1 നിങ്ങളുടെ അടുത്തൊരു നെറ്റ് എക്സാമിനേഷനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനത്തെ ഒരു 8 മാസം ഡ്യൂറേഷനിൽ വരുന്ന ഒരു കോഴ്സാണ് ക്രിസ്റ്റലിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് വി ആർ ലോഞ്ചിങ് ദാറ്റ് ടുഡേ നൗ. ഇപ്പോൾ നമ്മളതിൻ്റെ ലോഞ്ചിങ്ങും ഒരു അനൗൺസ്മെൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ആ PDF നോട്ടുകൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. അതേസമയത്ത് പേപ്പർ 1 റെലവൻസ് മറക്കണ്ട. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 80+ മാർക്ക് നമുക്ക് നേടാനും പറ്റണം. ഇതാണ് ഐഡിയ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സബ്ജക്റ്റിൽ പെട്ട ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ഇനി ഈ പറഞ്ഞ സബ്ജക്റ്റിൽ പെടാത്ത ആൾക്കാരുണ്ട്, പക്ഷേ ദേ വാണ്ട് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റൂടെ വൃത്തിക്കൊന്ന് കമൻറ്റ് ചെയ്യുക.
ഓക്കെ, ഈ സബ്ജക്റ്റ് കൂടെ ഒന്ന് ഉൾപ്പെടുത്താമോ എന്നുള്ള രീതിയിലൊന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നോക്കിക്കേ 11 സബ്ജക്റ്റുകൾ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. പേപ്പർ 1 പ്ലസ് സബ്ജക്റ്റ്. ഹിസ്റ്ററി വരുന്നില്ല. ഹിസ്റ്ററി നമ്മളത് അല്ലാതെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹിസ്റ്ററിക്ക് വേണ്ടി. നമുക്ക് ഓരോ പ്രാവശ്യം ഹിസ്റ്ററിക്ക് JRFും നെറ്റും PhDക്ക് അത്യാവശ്യമായി കൊടുക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു കോംപ്രഹെൻസീവ് ഫുൾ ബാച്ച് ഒരു പുസ്തകം വരെ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമാണ്. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. കൂടുതൽ ഹിസ്റ്ററിക്കാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓഫീസ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള ആൾക്കാരുടെ 11 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീണ്ടും ചോദ്യം അവശേഷിക്കുന്നുണ്ടല്ലേ, എന്താണ് സർ, അല്ലെങ്കിൽ എത്രയാണ് സർ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ്സ് ടൈം തരുന്നുണ്ട്. ജസ്റ്റ് കോമൻറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തോന്നുന്നൊരു എമൗണ്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. എത്രയായിരിക്കും ഈ പേപ്പർ 1 പ്ലസ് സബ്ജക്റ്റിൻ്റെ PDF? അപ്പോൾ പേപ്പർ 1ൻ്റെ ഫുൾ ക്ലാസ് 8 മാസത്തെ ഡ്യൂറേഷൻ, ഈ രീതിയിൽ നമുക്ക് എത്രയായിരിക്കും വരുന്നത്? ഐ എം ഗോയിങ് ടു ഗിവ് യു സം വെരി ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ്സ്. ഗസ് ചെയ്യാനുള്ള അവസരമാണ്, ഒരിക്കലും മിസ്സാക്കരുത്. ഡു ഗസ് ഇറ്റ്. ഗസ് ചെയ്യൂ. ഓക്കെ, ഗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഗസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം. നമ്മളുടെ ഒറിജിനൽ ഫീസ് വരുന്നത് 3500 രൂപയാണ്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, 3500 രൂപ. 3500 രൂപ കൂടുതലാണെന്ന് തോന്നുന്ന ആൾക്കാരാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫീസും ഈ പ്രോഗ്രാമും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ അതിൻ്റെ ഒരു ഫർദർ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് റിഗാർഡിങ് ദ സ്കോളർഷിപ്പ് ടെസ്റ്റ്. നമ്മൾ നാളെ നമ്മളൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് 22 മെയ്യിൽ. അതിൽ നിങ്ങൾക്ക് പേപ്പർ 1ൽ നിന്ന് 30 ചോദ്യങ്ങൾ ചോദിക്കും. പേപ്പർ 1ൽ നിന്ന് ആ പേപ്പർ 1ൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ദാറ്റ് വിൽ ബി മോർ റിലേറ്റഡ് ടു ദീസ് 7 ഡേയ്സ്. ഈ 7 ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് പരിചിതമാക്കപ്പെട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, അപ്പോൾ അത് അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതുമായിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതല്ലാത്ത ക്വസ്റ്റ്യൻസും ഡെഫിനറ്റ്ലി ഉണ്ടാകും. അങ്ങനെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 2 മാർക്ക്. അങ്ങനെ ടോട്ടൽ 60 മാർക്ക്. ഈ 60 മാർക്കിൽ 50 മാർക്കും എബോവ് കിട്ടുന്ന ആൾക്കാർക്ക്, അതായത് അത്ര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരു മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് 50 മാർക്കും അതിന് മുകളിലുമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 50% സ്കോളർഷിപ്പ് ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാണ്. അതായത് ഒറിജിനൽ ഫീസ് എത്രയാണ്? 3500. അതിൻ്റെ 50% പറയുമ്പോൾ എത്രയാണ്? 1750. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ പേപ്പർ 1 പ്ലസ് ഈ സബ്ജക്റ്റിൻ്റെ PDF ഫോർ 8 മന്ത് ഡ്യൂറേഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അതേ സമയത്ത് 50 എബോവ് മാർക്ക് കിട്ടാത്തവർക്കോ മെയ് 31 വരെ നമ്മളൊരു ഓഫർ കൊടുക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് 2000 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോഗ്രാം സീക്ക് ചെയ്യാം. മെയ് 31 വരെ ഇതിൻ്റെ ഓഫർ ഡെഡ് ലൈൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓഫർ അതിനുശേഷം അസ്തമിക്കും. അപ്പോൾ ഓഫർ വരുന്നത് 2000 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു 6 മാസത്തേക്ക് നെറ്റ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ നടത്താം വിത്ത് ദിസ് പെർട്ടിക്കുലർ കോംബോ ഇറ്റ് സെൽഫ്. അപ്പോൾ ജൂൺ 1 മുതൽക്ക് ഇതിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് ചുരുക്കം. എത്രയാണ് വ്യത്യാസം വരുന്നത്? 2000 എന്നുള്ളത് 2500 ആകും. നിങ്ങൾ അത് 1 ടൈം പേയ്മെൻ്റ് ആണ് അടയ്ക്കേണ്ടത്. അതേ സമയത്ത് നിങ്ങൾക്ക് 1 ടൈം പേയ്മെൻറ്റ് അടക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് 2 ടൈം വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ലൈക്ക് വാട്ട് 3500 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലഭ്യമാക്കുകയും ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു അവസരമാണ്. നെറ്റ് എക്സാമിനേഷൻ വളരെ അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്റ്റലിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ക്രിസ്റ്റലിൻ്റെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി 7 ദിവസത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അതിൻ്റെ ഡിമാൻഡും റിക്വയർമെൻറ്റും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇറ്റ് സെൽഫ് എ ഗുഡ് റിസോഴ്സ്. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ക്ലാസ്സസിൻ്റെയും എല്ലാ കാര്യങ്ങളും മോഡൽസ് ലഭ്യമാകും. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിച്ചു. അപ്പോൾ നാളെയാണ് എക്സാമിനേഷൻ വരുന്നത്. ഇത് മിസ്സാക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒരിക്കലും മിസ്സാക്കേണ്ട, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നൗ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 7 ദിവസം നമ്മുടെ കൂടെ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് വളരെ വിലപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു അഭിവാദ്യങ്ങൾ, ഒരു ബെസ്റ്റ് വിഷസ് നേരുകയാണ് ഫ്രം ദ ടീം ക്രിസ്റ്റൽ. ഫാക്കൽറ്റീസിൻ്റെ ഓരോരുത്തരുടെ പേരിലും സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ പേരിലും നമ്മളെന്ത് ചെയ്യണം, ഒരു വലിയൊരു ആശംസ അറിയിക്കുകയാണ്. ഭാവിയിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. വീണ്ടും കാണാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിലപ്പെട്ട സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഹിയർ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.